മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് SIP ആണോ നല്ലത് അതോ ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണോ നല്ലതെന്നുള്ളത്. പലരും ചിന്തിക്കും ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ ലാഭകരമെന്ന്. അതാണോ ശരിയായ രീതി? നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും സർക്കിൾ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ലിൻസൺ മാത്യു. സർക്കിൾ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, ടാക്സ് പ്ലാനിംഗ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ വീഡിയോകൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇത് നമുക്ക് SIPയും ലംസമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആദ്യം SIP എന്താണെന്ന് നോക്കാം. SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത തുക എല്ലാ മാസവും സ്ഥിരമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനെയാണ്. ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു വലിയ തുക ഒറ്റത്തവണയായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് നല്ലത്, SIPയോ അതോ ലംസമോ? അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ SIP തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും എല്ലാ മാസവും കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് നടക്കും. അപ്പോൾ മാർക്കറ്റിലുള്ള ഉയർച്ച താഴ്ചകളുടെ ടൈമിങ്ങിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ടതില്ല. ഇതിൽ വലിയൊരു തുക നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടെ മിനിമം 500 രൂപ മുതൽ നമുക്ക് മാസം SIP ആയി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. SIP ആണോ ലംസമാണോ നല്ലത് എന്ന ഒരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. തുടക്കക്കാർക്ക് SIPയിൽ തുടങ്ങുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ SIP തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.